വിലാപങ്ങൾ 3:22 മുതൽ 23 വരെ പറയുന്നു, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. പാപത്തിന്റെ യാഥാർത്ഥ്യം എല്ലാ ദിവസവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പാപത്തിന്റെ ശിക്ഷ യേശുക്രിസ്തു കുരിശിൽ ഒരിക്കൽ എന്നേക്കുമായി അടച്ചു തീർത്തെങ്കിലും നമ്മുടെ ജഡത്തിൽ പാപത്തിന്റെ സാന്നിധ്യം ഒരു ദൈനംദിന പോരാട്ടമായി തുടരുന്നു. രക്ഷ എന്നത് ഒരു തവണ മാത്രം സംഭവിക്കുന്ന ഒരു സംഭവമല്ല. വിശ്വാസിക്ക് അത് തുടർച്ചയായ ഒരു അനുഭവമാണ്. റോമർ 3:23 പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. രക്ഷിക്കപ്പെട്ടതിന് ശേഷവും നാം പാപവുമായി പോരാടിക്കൊണ്ടിരിക്കുന്നു. അനീതിയിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കാൻ നമുക്ക് എല്ലാ ദിവസവും ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്. രക്ഷ എന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക മാത്രമല്ല, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് ദിവസേന വിടുവിക്കപ്പെടുകയുമാണ്. എബ്രായർ 7:25 പറയുന്നു, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. യേശു ഭൂതകാലത്തിൽ നിന്നുള്ള നമ്മുടെ രക്ഷകൻ മാത്രമല്ല, വർത്തമാനകാലത്ത് നമ്മുടെ നിരന്തരമായ വക്താവുമാണ്. അവന്റെ മധ്യസ്ഥത നമുക്ക് എല്ലാ ദിവസവും പുതിയ കരുണയും സഹായവും ലഭിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. നമുക്ക് എല്ലാ ദിവസവും ശാരീരിക ഭക്ഷണം ആവശ്യമുള്ളതുപോലെ നമുക്ക് ആത്മീയ പോഷണം ആവശ്യമാണ്. സുവിശേഷം രക്ഷയിലേക്കുള്ള പ്രവേശന കവാടം മാത്രമല്ല, ക്രിസ്തുവിനോടൊപ്പമുള്ള നമ്മുടെ നടത്തത്തെ നിലനിർത്തുന്ന സന്ദേശവുമാണ്.